നമസ്കാരം. കഴിഞ്ഞ ഓഗസ്റ്റ് 25-ന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാണാതായ ആലിയയുടെ മൃതദേഹം ആലുവയ്ക്കടുത്തുള്ള പുഴയിൽ കണ്ടെത്തിയ കേസിൽ ആലിയയുടെ ഭർത്താവ് ജസ്റ്റിന്റെ ജാമ്യാപേക്ഷ ചാവക്കാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളി. ജസ്റ്റിൻ 14 ദിവസത്തേക്ക് കൂടി റിമാൻഡിൽ കഴിയാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കേസന്വേഷിക്കുന്ന തൃശൂർ ലോക്കൽ പോലീസിന്റെ നടപടികൾ മന്ദഗതിയിലാണെന്നും ചൂണ്ടിക്കാട്ടി ആലിയയുടെ പിതാവ് ഹൈജനസ് നൽകിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നതിനിടെയാണ് ജസ്റ്റിന്റെ ജാമ്യാപേക്ഷ തള്ളി 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്യാൻ ചാവക്കാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. ആലിയയുടെ ഡയറി കുറിപ്പുകൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അതിൽ തന്നെ നിർബന്ധിച്ച് ജോലി രാജിവെപ്പിച്ചെന്നും ജസ്റ്റിൻ വീട്ടിൽ വെച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നും വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇതാണ് അന്വേഷണം ജസ്റ്റിനെതിരെ തിരിയാനുള്ള കാരണം. ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് ജസ്റ്റിൻ കീഴടങ്ങുന്നത്. എന്നാൽ ആലിയയുടെ മരണം ആത്മഹത്യയാണെന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച്. ഇതുവരെ ലഭിച്ച തെളിവുകൾ വിരൽ ചൂണ്ടുന്നത് ആത്മഹത്യയിലേക്കാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. എന്നാൽ കൊലപാതക സാധ്യത സംശയിക്കുന്ന തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതേസമയം ജസ്റ്റിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് ആത്മഹത്യാ പ്രേരണ സ്ഥിരീകരിക്കാവുന്ന SMS സന്ദേശങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ആലിയയെ കാണാനില്ല എന്ന് ജസ്റ്റിൻ പോലീസിൽ പരാതിപ്പെട്ടത് രാത്രി 11 മണിക്കാണ്. ആലിയ ആത്മഹത്യ ചെയ്യുകയാണെന്ന് ജസ്റ്റിന് മെസ്സേജ് ചെയ്തിട്ടും എന്തുകൊണ്ട് ആലിയ പുഴയിൽ ചാടാൻ നിൽക്കുന്ന നേരത്തെ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്നും ആലിയയുടെ പിതാവ് ഹൈജനസ് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ആലിയയുടെ മരണത്തെ കൂടുതൽ ദുരൂഹമാക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി ഉടൻ തിരിച്ചെത്താം. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.